ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ അതിനെ പറ്റിയിട്ടായിരുന്നല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ യൂട്യൂബും എല്ലായിടത്തും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഭീകരമായ ഒരു പടം വരുന്നു എന്നൊക്കെ ഇപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഫസ്റ്റ് തന്നെ പോയി മോർണിംഗ് ഷോയ്ക്ക് പോയി ഞാൻ പടം കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, പടത്തിനെ പറ്റി പറഞ്ഞ പോലെ ഇത് തികച്ചൊരു എന്താ പറയുക, ലിജോ ജോസ് പല്ലിശ്ശേരി മൂവിയാണ്. LJP ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് ഈ പടത്തിൽ. പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ നല്ല എക്സ്പെക്റ്റേഷനിൽ പോയതാണ്. ഞാനൊരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനുമാണ്. അപ്പോൾ ഞാൻ ഇത് എന്താണെന്ന് ഓരോരുത്തർ വന്നിട്ട് ഓരോ ദിവസം ഓരോന്നാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. മോഹൻലാലിൻ്റെ ഇൻട്രോ സീനും മറ്റേതും മറിച്ചതും, എന്താ പറയുക, തിയേറ്റർ കുലുങ്ങും, മറ്റേതാക്കും മറിച്ചതാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോയത്. പക്ഷേ അങ്ങനത്തെ അത്രയൊന്നും ഒരു പ്രതീക്ഷയൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഫീലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം ഭയങ്കര ലാഗിങ് ആയിരുന്നു. നമ്മളിങ്ങനെ വെറുതെ വലിച്ചു നീട്ടി പോവാന്നൊക്കെ പറയില്ലേ. പിന്നെ ലിജോ ജോസിൻ്റെ സെയിം ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു ഫ്രെയിം വെച്ചിട്ട് എന്താ പറയുക, നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്ന് പറയില്ലേ. ആ ഫ്രെയിം ഇങ്ങനെ, അത് നമ്മളുടെ സ്ലോ മോഷനിൽ ഫ്രെയിം ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞ മാതിരി ആ ഫ്രെയിമിൽ എന്തൊക്കെ നടക്കണോ അതൊക്കെ ഇങ്ങനെ കാണാം. ക്യാമറാമാൻ ആ ക്യാമറയും വെച്ച് പോയി തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനത്തെ കുറേ ഷോട്ടുകളൊക്കെ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ ഭയങ്കര ലാഗാണ് ഫ്രണ്ട്സ്. അതാണ് ഇപ്പോൾ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊരു മാസ് പടം എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും പോകണ്ട. ഇത് ശരിക്കും ഒരു ക്ലാസ് മൂവിയാണ്, ക്ലാസ് ടൈപ്പ് മൂവിയാണ്. ഒരു ഡ്രാമ, ഈ പറഞ്ഞ മാതിരി അവർ പറഞ്ഞ മാതിരി ഒരു അമർചിത്രകഥയിലത്തെ കഥാപാത്രം എന്നൊക്കെയാണല്ലോ പറയണത്. അങ്ങനത്തെ ഒരു കഥ മാതിരിയാണ്, അതേമാതിരത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷെ നമുക്കത് ഭയങ്കര ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. പിന്നെ ആകെയുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് പടത്തിൽ. അതിൽ ഓരോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വിഷ്വലി ഭയങ്കര സൂപ്പറാണ് കേട്ടോ പടം. കാരണം നമുക്ക് പല എന്താ പറയുക, നല്ല നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ആ കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുണ്ട്. അത് വിഷ്വലി നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീൽ കിട്ടും പടം. അതർവൈസ് വേറെ നമുക്ക് പറഞ്ഞ ഒരു ഭയങ്കര ലാഗാണ്. പിന്നെ BGM കൊള്ളാം. BGM നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്. പിന്നെ പാട്ടും ഈ പറഞ്ഞ മാതിരി കുഴപ്പമില്ല. പക്ഷെ 1-2 പാട്ടൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ ലിജോ ജോസിൻ്റെ സെയിം ഒരു പാറ്റേൺ തന്നെയാണ്. അത് എനിക്ക് പേഴ്സണലി ലിജോ ജോസിൻ്റെ ഇഷ്ടമാണ് പടങ്ങളെല്ലാതും. കാരണം ആദ്യം മുതലുള്ള പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കത് ലിജോ ജോസിൻ്റെ ആ ഒരു പാറ്റേൺ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കൂടി സ്ലോ ആയിപ്പോയി. അതാണ് ഈ പടത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം. കാരണം ഭയങ്കര ലാഗാണ്. നമ്മൾ ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് ഇത്തിരി കുഴപ്പമില്ലാതെ പോകുന്നു. സെക്കൻഡ് ഹാഫ് അതിനെക്കാട്ടും ലാഗായിപ്പോയി. അങ്ങനെ 1-2 സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു വിചാരിച്ച മാതിരിക്ക് എത്തിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊരു 2ാം ഭാഗമൊക്കെ അതിലൊരു സൂചനയൊക്കെ നൽകിയിട്ടുണ്ട്, 2ാം ഭാഗം വരുന്നൊക്കെ. പക്ഷേ എനിക്കറിയില്ല അതൊക്കെ എത്രത്തോളം അത് വർക്കൗട്ടാകുന്ന മാതിരി. എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഈ പടം എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി പോയതാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് ആ ഒരു കണ്ടിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് തോന്നുന്നില്ല. ചില പടങ്ങളുണ്ടല്ലോ, നമുക്ക് ഇത് ഒരു ഭയങ്കര ആൾക്കാർ മൊത്തത്തിലൊരു നിരാശയാണ് ഫീൽ ചെയ്യുക കേട്ടോ. പക്ഷേ നമുക്കതിലൊരു ഈ പറഞ്ഞ മാതിരി നല്ല ക്യാമറയും കുറേ വിഷ്വൽ ട്രീറ്റ്മെൻറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കണ്ടിരിക്കാം, 1 ടൈം കാണാം. പക്ഷേ സ്ലോ ആണ് പടം. എനിക്ക് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ മാതിരി എനിക്കതിൽ ഇത്രയും എനിക്ക് ലാഗായി ഫീൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ മോഹൻലാൽ ഫാൻ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോവും. എനിക്ക് തന്നെ അത് നമുക്ക് കണ്ടിട്ട് ചില സീനൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ബോറടിച്ചിട്ട് പോകാമെന്ന് പറയില്ലേ, അങ്ങനെയൊക്കെയാണ് ഭയങ്കര. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ ഭയങ്കര ഘോഷിക്കപ്പെട്ടൊരു പടമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു ഇതൊന്നുമില്ല, ഈ പറഞ്ഞ മാതിരി അതിനുള്ളൊരു പടക്കമൊന്നും ഇതിലില്ല.
എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ഞാനെന്താ വെച്ചാൽ പടം കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചാനലിലൊന്ന് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ സാധാരണ ഞാൻ ഇതിനു മുമ്പ് ജയിലർ ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ അതേമാതിരി ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ പടം കാണുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇതിലിടണമെന്ന്, റിവ്യൂ ഇടണമെന്ന്. അപ്പോൾ ആ ഒരു ജയിലർ കണ്ടിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഈ പടം ഇടുമ്പോൾ, ഇതിൻ്റെ വീഡിയോ ഇടുമ്പോൾ എനിക്കില്ല. എനിക്ക് പേഴ്സണലി പടം അത്ര ഒരു അഭിപ്രായം ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണൂ, പടത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും. ഇപ്പോൾ എന്തായാലും 2-3 ദിവസം ലീവ് ഉണ്ടല്ലോ, അപ്പോൾ പടം എന്തായാലും നല്ല ഹൗസ്ഫുൾ തന്നെയായിരിക്കും. അപ്പോൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.